ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരിടം വരെ പോവാം കേട്ടോ. എവിടെയാണ് പോണതെന്ന് വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ആട്ടോയിലാണ് പോണത്. അപ്പോൾ ആട്ടോയിലൊക്കെ കയറി കാറ്റൊക്കെ കൊണ്ട് സുഖിച്ച് പോവാണ്. പറയുന്ന കേട്ടാൽ തോന്നുന്നു ഒരുപാട് ദൂരേക്കാണ് പോണതെന്ന്. അങ്ങനെയൊന്നുമല്ല, തൊട്ടടുത്താണ് പോണത്. എവിടെയാണെന്ന് വെച്ചാൽ കൊട്ടിയത്തെ ഡ്രീംസ് മാളിലാണ്. ലുലു ഡെയിലി തുടങ്ങിയതിന് ശേഷം ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല. കാരണം ഉദ്ഘാടനം കഴിഞ്ഞ അന്ന് തൊട്ട് ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. അടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ക്രിസ്മസിനാണ് ഇങ്ങോട്ട് വന്നപ്പോഴും അതിനെക്കാട്ടിയും വലിയ തിരക്ക്. വീഡിയോസൊന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയത് പോലുമില്ല. എന്നാലും ഞാൻ കയറി. മാളുടെ സൈഡിലായിട്ട് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു സന്ധ്യയൊക്കെ കഴിയുമ്പോൾ ഇതിനകത്ത് ലൈറ്റൊക്കെ ഇടുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി കേട്ടോ. എന്തായാലും കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഡെക്കറേഷൻസൊക്കെ. പിന്നെ ഞങ്ങൾ നേരെ ലുലു ഡെയിലിയിലോട്ട് പോയിട്ടോ. കാണുന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു. കുട്ടീസിനെല്ലാം കൂടെ ട്രോളിയിലേക്ക് ഇരുത്തി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പതുക്കെ അങ്ങോട്ട് കയറി. ഇവിടെ ലുലു ഉദ്ഘാടനത്തിനെ പ്രമാണിച്ച് ഒരുപാട് ഓഫറുണ്ട് കേട്ടോ. 50% ഓഫറൊക്കെ ഉള്ള ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓരോന്നോരോന്ന് നോക്കി പോവാം കേട്ടോ. സോപ്പിനൊക്കെ അടിപൊളി ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ നമ്മളതുകൊണ്ട് കുറച്ച് വാങ്ങിച്ചു കേട്ടോ. എന്നും ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ഇപ്പം നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഹാർപ്പിക്കിനും എല്ലാം ബൈ 2 get 1 ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്ന ലിക്വിഡാണ്. ഇതും 3 കിലോ എടുക്കുമ്പോൾ 2 കിലോ ഫ്രീ ഒക്കെ ആയിരുന്നു. അതുപോലെ നല്ല റേറ്റ് കുറവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ക്വാണ്ടിറ്റി, അതായത് 1 കിലോയുടേതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് അപ്പച്ചട്ടിയും ദോശക്കല്ലും കൂടെയാണ്. രണ്ടും കൂടെ ഏകദേശം ഒരു 500 രൂപയ്ക്കകത്തൊക്കെ വരുന്നുണ്ട്. കുക്കറിനും ഒക്കെ നല്ല ഓഫറുണ്ട്. ബിരിയാണി പോട്ട്, അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനും കടായും എല്ലാത്തിനും നല്ല റേറ്റ് കുറവുണ്ട്. ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാതെ പോകത്തില്ല. നല്ല തിരക്കതുകൊണ്ടാണ്. ഒരു സൈഡിൽ കൂടെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത്. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. പിന്നെ അതുപോലെ നെയ്ക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു. പിന്നെ ഇത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആട്ടോ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. മുന്തിരി, ബദാം, കാഷ്യൂസ്, പിന്നെ ചോക്ലേറ്റ്സൊക്കെ കിലോ കണക്കിന് പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ നമ്മളെ നാടൻ ചക്ക വറ്റലും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഈ സെക്ഷനിൽ നിന്ന് എനിക്ക് കൂടുതലായിട്ട് വാങ്ങുന്ന എനിക്ക് തോന്നിയ ചക്ക വറ്റലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി കണ്ടു. പിന്നെ സോസിൻ്റെയൊക്കെ ഒരുപാട് കമ്പനീസും ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മയോണൈസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മയോണൈസൊന്നും ഇല്ലാതെ നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മസ്റ്റാർഡ് സോസിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അമേരിക്കനും ക്രീമിയും അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ മയോണൈസിൻ്റെയും ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറിൻ്റെ സെക്ഷനാട്ടോ. എൻ്റെ പൊന്നോ, ഒരുപാട് അച്ചാറിൻ്റെ ബ്രാൻഡും സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റിലേ നോക്കിയത് കണ്ണിമാങ്ങ അച്ചാറാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ അച്ചാർ. പിന്നെ ഒരുപാട് അച്ചാറുണ്ടായിരുന്നു കേട്ടോ. മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, പിന്നെ ഒലിവ്, പിക്കിള്, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ. പിന്നെ ഇത് എള്ളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. കോക്കനട്ട് പൗഡറും. ഇവിടുത്തെ പപ്പടം കണ്ടോ, നല്ല വലിയ പപ്പടം കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷൻ ബേക്കിംഗുകാർക്ക് ഇഷ്ടപ്പെട്ടൊരു സെക്ഷനാണ് കേട്ടോ. കാരണം കസ്റ്റാർഡും ജെല്ലിയും ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ, അങ്ങനത്തെ ഒരു സെക്ഷനാട്ടോ ഇവിടെ ഫുള്ളുള്ളത്. വാനില എസൻസ്, പല ടൈപ്പ് എസൻസുകളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മില്ലറ്റിൻ്റെ ഒരു പാൻ കേക്കിൻ്റെ മിക്സ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് അതിൽ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് ചേർത്താൽ മതി. മുട്ടയോ പാലോ അങ്ങനെയൊക്കെ ചേർത്താൽ മതിയെന്ന് തോന്നുന്നു. അങ്ങനെ ഇത് ഫ്ലേവേർഡ് ആട്ടോ. ബ്ലൂബെറി, മാംഗോ, അങ്ങനെ പല ഫ്ലേവറും ഉണ്ട്. പിന്നെ അതുപോലെ ബേക്കിംഗ് സാധനങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. ഇത് സ്പൈസസ് ആട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സ്പൈസസ് ആണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അതുപോലെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. റേറ്റ് കുറച്ച് കൂടുതലാണോ എന്ന് എനിക്ക് തോന്നി. പിന്നെ അറിയത്തില്ല എനിക്ക് കറക്റ്റ്. എന്തായാലും എനിക്ക് തോന്നി നല്ല റേറ്റ് ഉള്ളതായിട്ട്. പിന്നെ ഇത് ലുലുവിൽ തന്നെ ഉണ്ടാക്കുന്ന സ്നാക്സുകളാട്ടോ. പിന്നെ ഇവിടെ ഹലുവയുടെ സെക്ഷനാണ്. ഇവിടുത്തെ റാക്കൊക്കെ ഒരുവിധം എല്ലാം ഒഴിഞ്ഞിട്ടുണ്ട്. കാരണം നല്ല തിരക്കുണ്ട്, എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകുന്നുമുണ്ട്.
ക്വാളിറ്റി സാധനങ്ങളാണല്ലോ പൊതുവെ ലുലുവിലുള്ളത്. കണ്ടോ, റാക്കൊക്കെ ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇത് സ്പൈസസും ഡ്രൈ ഫ്രൂട്ട്സിന് ഒക്കെ നമ്മൾ കിലോ കണക്കിന് തൂക്കി മേടിക്കുന്ന ഒരു കൗണ്ടറാണേ. നട്ട്സിൻ്റെയൊക്കെ പല വെറൈറ്റി ഉണ്ട്, മസാലയും നോർമലും അങ്ങനെ ഒരുപാട് തീരുന്നതനുസരിച്ച് അവർ ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണേ. ഒരുപാട് വെറൈറ്റി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈത്തപ്പഴത്തിൻ്റെയൊക്കെ പല പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇത് മൊത്തം ക്യാൻഡീസ് ആട്ടോ, പല ടൈപ്പ് ക്യാൻഡീസാണ്. അതുപോലെ ഇവിടെയും ചോക്ലേറ്റ്സ് ഒക്കെ തൂക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചീസ്, ക്രീം ചീസ്, ബട്ടർ, അതിൻ്റെയൊക്കെ ഒരു ഇതാട്ടോ. ബ്രെഡൊക്കെ നല്ല ഫ്രഷ് ബ്രെഡ്, നല്ല സോഫ്റ്റ് ബ്രെഡാട്ടോ നമ്മൾ വാങ്ങിച്ചു. ബ്രെഡ്, ബർഗർ ബണ്ണൊക്കെ. പിന്നെ കുബൂസ് ഉണ്ട് കേട്ടോ. ഇത് ഗോതമ്പിൻ്റെയും മൈദയുടെയും എല്ലാം ഉണ്ട്. എനിക്കൊന്നൊരു പാക്കറ്റിൽ 5 എണ്ണം അങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. 34 രൂപയ്ക്ക് കേട്ടോ ഒരു പാക്കറ്റിന്. നല്ല സോഫ്റ്റ് ബർഗർ ബണ്ണാണേ. നമുക്ക് വീട്ടിൽ തന്നെ ബർഗറൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പിന്നെ ഇത് ലുലുവിലുണ്ടാക്കുന്ന ചോക്ലേറ്റ്സ് ആട്ടോ, വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ. പിന്നെ മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനും അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. ഇതിൻ്റെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ട്. കൂടുതലും ബെറീസ് ആണെന്ന് തോന്നുന്നു ഇതിനകത്ത്. പിന്നെ സീഡ്സ് ആട്ടോ ഇത്, പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, വാട്ടർമെലൺ സീഡ്, അങ്ങനെ ഒരു സീഡ്സിൻ്റെ ഒരു മിക്സഡ് ആണേ. അപ്പം ഇതൊക്കെ പ്രത്യേകം മേടിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒന്നിച്ച് മേടിക്കാൻ ഇവിടെ കിട്ടും. അതുപോലെ ചോക്ലേറ്റ്സൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയും. ഒരുപാട് പേര് വാങ്ങുന്നുണ്ടായിരുന്നു. നമ്മളും വാങ്ങിച്ചു ഗാലക്സിയൊക്കെ. ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ ആട്ടോ. അത്രയ്ക്ക് തള്ളായിരുന്നു. ഇതിൻ്റെ സൈഡിൽ കൂടെ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഫ്രഷായിട്ട് പാലൊക്കെ ഞങ്ങൾ വന്നപ്പോൾ കൊണ്ടുവരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫ്രൂട്ട്സിൽ ഞാൻ വെറൈറ്റീസ് ഒന്നും കണ്ടില്ല. നമ്മൾ കാണുന്ന അതേ ഫ്രൂട്ട്സൊക്കെ തന്നെയായിരുന്നു ഉള്ളത്. നമ്മൾ ട്രിവാൻഡ്രം ലുലുവിനെ കണക്കൊന്നും കാണാത്ത ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഒന്നും ഇല്ല. ചിലപ്പോൾ ഇനി വരുമായിരിക്കും. പിന്നെ ഈ പാഷൻ ഫ്രൂട്ട് കണ്ടോ, ഭയങ്കര വലുതായിരുന്നു കേട്ടോ. ഇത് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വലിയ പാഷൻ ഫ്രൂട്ട്. നല്ല വലിയ പാഷൻ ഫ്രൂട്ടായിരുന്നു. അങ്ങനെ നമ്മളെ നോർമൽ ഫ്രൂട്ട്സൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ പേരക്കയുടെ ഒക്കെ തന്നെ പല വെറൈറ്റി പേരക്കയൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഭാഗങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, തിരക്കൊണ്ടാണ്. പിന്നെ ഇത് കണ്ടോ, വയലറ്റ് ക്യാബേജ്. കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, തിരക്ക് കാരണമാണ്. പിന്നെ നമ്മൾ നേരെ പോയത് ഫ്രോസൺ ഐറ്റംസുകളാട്ടോ. കട്ട്ലേറ്റും നഗറ്റ്സും കബാബും ഫ്രഞ്ച് ഫ്രൈസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളിലൊക്കെ വല്ലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാനായിട്ട് ഇത് മേടിക്കാൻ കേട്ടോ. ഒരു വെറൈറ്റി ആയിരിക്കും. ഒരുപാട് ഇതിനും ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പോയ ഓഫറൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കബാബും കട്ട്ലേറ്റും ഒക്കെ. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് കേക്കിൻ്റെ കാര്യം പറയേണ്ട, പല വെറൈറ്റി പ്ലം കേക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഫുഡ് കൗണ്ടറാണ്. ഇവിടെ നോൺ വെജും വെജും ഒക്കെ ആയിട്ട് ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. കുറച്ച് റേറ്റ് കുറവാന്ന് തോന്നുന്നു ഫുഡ് കോർട്ടിനെയൊക്കെ അപേക്ഷിച്ച്. സ്നാക്സുകളും ഉണ്ടായിരുന്നു. ഇത് കോൾഡ് കോഫിയാണ് കേട്ടോ. പിന്നെ സാലഡ്സിൽ നമ്മൾ ഫ്രൂട്ട് സാലഡും ഉണ്ടായിരുന്നു. വെജിറ്റബിൾ സാലഡ്സൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ഉള്ളത് എടുത്ത് പാക്ക് ചെയ്തെടുക്കാം. പിന്നെ പല വെറൈറ്റി പഴങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ജ്യൂസ്, കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗ്രേപ്പിൻ്റെ ഒരു ബോൾ ജ്യൂസ് ഉണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, എൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഞാൻ ലുലു പോയി എപ്പോഴും വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണിത്. പിന്നെ ഇത് ചോക്ലേറ്റും പനീറും ഒക്കെയാണ്. ഈ ഐസ്ക്രീമിനൊക്കെ 2 ബോക്സ് ഐസ്ക്രീമിന് ഏകദേശം 200 സംതിങ് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഓഫറാണ്. ലാസ്റ്റ് ഐസ്ക്രീം ആട്ടോ. പിന്നെ നമ്മൾ മീറ്റിൻ്റെ സ്ഥലത്തോട്ടാണ് പോയത്. ഓരോ മീറ്റിൻ്റെയൊക്കെ ഓരോരോ പാർട്സ് സെപ്പറേറ്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സൂപ്പ് വയ്ക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങിക്കാം. അതുപോലെ
ഗ്രില്ല് ചെയ്യാൻ മട്ടനൊക്കെ ഗ്രില്ല് ചെയ്യുന്നവർക്കൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഓരോ പാർട്സ് ആട്ടോ. ബഫല്ലോ മീറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മട്ടൻ്റെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു, ഞാൻ കാണാത്തയും കേൾക്കാത്തതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. എനിക്കൊന്ന് സൂപ്പൊക്കെ വെക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റം ആയിരിക്കും. അതുപോലെ ചിക്കൻ്റെ അതും ഫുള്ളും ഹാഫും അൽഫാമിൻ്റേതും ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് ചിക്കൻ്റെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. കൂടാതെ മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്ത് കഴിക്കാം. ഫിഷിലും അതുപോലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫിഷും ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഇനി ഫസ്റ്റ് ഫ്ലോറിലും ഉണ്ട് ഇതിൻ്റെ ബാക്കി. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു. കുട്ടീസിനെ കൊണ്ട് പോയതുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയി. അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് പോരുന്നു കേട്ടോ. അപ്പം ഫുൾ വീഡിയോസ് എന്തായാലും ഞാൻ ഒരു ദിവസം പോയി എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് മൊത്തം ഫിഷ് പിക്കിളാട്ടോ. പല ഐറ്റംസ് ഫിഷ് പിക്കിളാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ.